ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഷർട്ടിൻ്റെ ബാക്ക് പോർഷനിലേക്ക് എങ്ങനെയാണ് ഫ്രണ്ട് പോർഷൻ അറ്റാച്ച് ചെയ്യുന്നതെന്നുള്ളതാണ്. അതൊരു സിമ്പിൾ ട്രിക്കിലൂടെയാണ് വളരെ നീറ്റായിട്ട് സീം അലവൻസ് ഒന്നും വെളിയിൽ കാണാത്ത പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഷർട്ടിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ വരും ദിവസം അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതും തീർച്ചയായിട്ടും കാണുക. ഇനിയുള്ള വീഡിയോസിനെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളുടെ ബാക്ക് പീസ് ഇതുപോലെ ഇവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ സാധാരണ ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ അറ്റാച്ച് ചെയ്യുന്നത് പോലെയല്ല ഷർട്ടിന് അറ്റാച്ച് ചെയ്യുന്നത്. സാധാരണ നമ്മളെന്ന് പറയുന്നത് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചാണ് അറ്റാച്ച് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ബാക്ക് പീസിൻ്റെ നല്ല വശവും നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ റോങ് സൈഡൂടാണ് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. അതായത് ബാക്ക് പീസിൻ്റെ റൈറ്റ് സൈഡും ഫ്രണ്ട് പീസിൻ്റെ റോങ് സൈഡൂടെയാണ് ഇങ്ങനെ നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ച് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ എന്നിട്ട് ഇതിൻ്റെ ഷോൾഡറുകൾ സ്റ്റിച്ച് ചെയ്യുകയാണ്. അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും ഈ ഭാഗം എടുത്തു അതിനകത്ത് ഒരു ഭാഗം അകത്തെ ഭാഗം അകത്തേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ഒരു സൈഡിൽ കൂടി മാത്രമേ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ നീറ്റായിട്ട് രണ്ട് സൈഡും വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ ഭാഗം ഇങ്ങനെ മറിച്ചിട്ടു. എന്നിട്ട് ആ പ്രസ് സ്റ്റിച്ച് ഉള്ള ഭാഗവും നമ്മളുടെ ഫ്രണ്ട് പീസിൻ്റെ റോങ് സൈഡൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അതായത് ബാക്ക് പീസിൻ്റെ നല്ല വശവും ഫ്രണ്ട് പീസിൻ്റെ റോങ് സൈഡൂടെ വെച്ച് കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുകയാണ് ഷോൾഡറുകൾ. അതായത് ഇതിൻ്റെ എല്ലാ സ്റ്റിച്ചിങ് 2 ടൈംസ് ചെയ്തോണേ. രണ്ട് ഷോൾഡറും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ നമുക്കിപ്പോൾ ലഭിക്കും. ഇനി നമ്മൾ ഒരു പീസ് ഇങ്ങോട്ട് മറിച്ചിട്ടിട്ടില്ലേ, അതിനെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഇങ്ങനെ നമ്മളുടെ ഈ പീസിനെ ഇതുപോലെ ചുരുട്ടിയെടുത്ത് ഇതുപോലെ ഇങ്ങനെ എടുത്ത് കൊണ്ടുവരണം. എന്നിട്ട് ആ രണ്ട് യോക്കുകളുടെ ഷോൾഡറുകൾ തമ്മിലാണ് ഇനി നമ്മൾ നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. രണ്ട് യോക്കിൻ്റെ അകത്തേക്ക് നമ്മുടെ ഷർട്ട് പീസിനെ ആക്കിക്കൊണ്ട് ഇങ്ങനെ യോക്കുകൾ തമ്മിലാണ് ഷോൾഡറുകൾ അറ്റാച്ച് ചെയ്തെടുക്കേണ്ടത്. ഇപ്പം നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് ആ ഷോൾഡർ സ്റ്റിച്ചിങ് എല്ലാം ഉള്ളിൽ പോകുന്ന പോലെയാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഷർട്ടിന് ലഭിക്കുന്നത്. ഇതാണ് അതിന് നമ്മൾ ചെയ്യേണ്ട മെത്തേഡ്. ഇപ്പോൾ നമ്മൾ ഇതുപോലെ തയ്ച്ചെടുത്തു. ഇനി ആ നെക്ക് വഴിയാണ് നമ്മൾ ഇതിനെ ഇങ്ങനെ തിരിച്ചെടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് ലഭിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഷർട്ട് ഇത് കണ്ടോ, നല്ല നീറ്റായിട്ട് യോക്ക് നമ്മൾക്കിപ്പം ലഭിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തയ്യൽ വീഡിയോസ് ഇൻട്രസ്റ്റ് ഉള്ള ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ നമ്മൾ യൂണിഫോമിൻ്റെ പല വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതുകൂടി ഒന്ന് കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം തുടർന്നുള്ള വീഡിയോസിന് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.